എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡായ യുറേക്ക ഫോബ്സിൻ്റെ റോബോ ഐവാക്കാണ്. ഇതിന് എനിക്കൊരു വാക്യൂം ക്ലീനറും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ യുറേക്ക ഫോബ്സിൻ്റെ വാക്യൂം ക്ലീനർ. WD-H2 ആണ് ഈ വാക്യൂം ക്ലീനറിൻ്റെ മോഡൽ എന്ന് പറയുന്ന. ഗൈസ്, ഇത് പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിനും ഈ റോബോ ഐവാക്ക് ഉണ്ട്. എന്നാലും ഞാൻ കൂടുതൽ ഇതേപോലത്തെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുന്ന യുറേക്ക ഫോബ്സ് എന്നാണ്. ആ വാക്യൂം ക്ലീനർ, ഈ ക്ലീനിങ്ങിൻ്റെ ഇതുപോലത്തെ പ്രോഡക്ട്സ് നമുക്കെന്നാ ഇത് അൺബോക്സ് ചെയ്യാം. ഗൈസ്, ഇതാണ് ഞാൻ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇതാണ് ചാർജറായിട്ട് വരുന്നത്. നമ്മൾ വേറെ പേര് ചാർജ് ആവും. ഈ കേബിൾ നമുക്ക് കിട്ടും. ഞാൻ എല്ലാം ഫിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഹോമിൽ പോകാനുള്ള ബട്ടൺ വരുന്നുണ്ട്. ഇതൊരു സെൻസറാണ്. പിന്നെ ഏറ്റവും വലിയ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആകത്തില്ല. കാരണം കണ്ടോ, ഇടിക്കപ്പേരാണെങ്കിൽ ഇത് അകത്ത് കയറും. അതുകൊണ്ട് കുറച്ച് ഇമ്പാക്റ്റ് കുറയ്ക്കും ഇടിക്കുന്നതിൻ്റെ. പിന്നെ ഇവിടെ കുറച്ച് സെൻസേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇടിക്കാൻ കുറച്ച് സാധ്യത കുറവാണ്. നമുക്കെന്നാൽ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഗൈസ്, ഇതാണ് നമ്മൾ ആ സൈഡിലുള്ള ഫീച്ചേഴ്സ്. ഞാൻ ആപ്പ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇതൊന്ന് പരിചയപ്പെടുത്തി തരാം. വിഷ്വൽ റൂം ആപ്പിംഗ് ഉണ്ട്. ഇതാ കണ്ടോ, സെൻസർ എന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓട്ടോ ഡോക്കിംഗ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹോമിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ് കൺട്രോള്. നമുക്ക് ഇതിന് പഴയ മോഡലാണെങ്കിൽ റിമോട്ടായിരുന്നു. ഇപ്പം അതിന് വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ആപ്പ് ഉണ്ട് അവരുടെ, അത് കൺട്രോൾ ചെയ്യാം. ഗൈസ്, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 39,999 ആണ് വരുന്നത്. ഇതാണ് ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കാം. നോയ്സ് ലെവലെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ആപ്പ് കാണിച്ചു തരാം. ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പ്രൈസിൽ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. അതിൽ 26,000 മാത്രം ഇത് വരുന്നുണ്ട്. 39,000 നിന്ന് ഓഫ് വരുന്നുണ്ട്. 26,000 നിങ്ങളിപ്പോൾ വാങ്ങുകയാണെങ്കിൽ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ്. കണ്ടോ, ഇത് നമ്മളാ മാപ്പ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഓട്ടോ ക്ലീൻ കൊടുക്കാം. ഇപ്പം ഇത് റീസെറ്റായി 54% ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്. നമുക്ക് ഓട്ടോ ക്ലീനിങ് തുടങ്ങാം. നമുക്കൊരു വോയിസ് അസിസ്റ്റൻ്റ് വരുന്നുണ്ട് ഇതിൽ. ഫസ്റ്റ് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, മറ്റേ ബമ്പർ ഡാമേജ് ആകാതിരിക്കാൻ ഇത് മറ്റേ റെഡ്യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിന് തൊട്ട് മുമ്പുള്ള മോഡലിലാണെങ്കിൽ 2 ബ്രഷസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് ഒന്നാക്കി. റീസൺ അവർ പറയുന്ന ഇത് നേരെ പൊടി അകത്ത് കയറുന്നില്ലെന്നാണ്. ഗൈസ്, ഞാൻ ഇപ്പം ഇവിടെ ഇച്ചിരി പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് പൊടി എങ്ങനെയാണ് വലിച്ചെടുക്കണമെന്ന് നോക്കാം. ഞാൻ ഇപ്പം റിമോട്ട് കൺട്രോൾ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് റിമോട്ട് പോലെ ഇത് ചെയ്യാം. ഞാൻ അതിനെ കുറച്ച് അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഇത് അടുത്തെത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതാ അഴുക്കെടുക്കുന്നുണ്ടോ? ഇത് അഴുക്കെടുത്തിട്ടുണ്ട്. അവിടെ ആയിരുന്ന കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും എടുക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം ഇത് ഞാൻ പൊടി ഇട്ടതാണ്. അല്ലാതെ തന്നെ ഈ ചെറിയ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പൊടി പോലും ഇത് എടുക്കുമെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഈ ഹോളെല്ലാം കൂടെ ഞാൻ ഒന്ന് ഇതിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് കാണിക്കാം. ഗൈസ്, പിന്നെ ഇത് നിർത്തണം. ഹോമിൽ പോകണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇത് ഫസ്റ്റ് ഓഫ് ചെയ്യണം. അപ്പം ക്ലോസ് ക്ലീനിങ് എന്ന് പറയും. പിന്നെ ഹോം പ്രസ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ഹെഡിങ് ഹോം എന്ന് പറയും. നമുക്കിനി ഈ ഹോം മാറ്റണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യ പേരാണെങ്കിൽ മറ്റേ വേറെ അവിടെ നിന്ന് തന്നെ ഇതിനെ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഹോം വേറെ എന്ന് വിചാരിച്ച് കൺഫ്യൂസ് ആവും.
നമുക്കിനി പൊടി റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിക്കാം. ഗൈസ്, അപ്പം നമുക്ക് പൊടി റിമൂവ് ചെയ്യാനായിട്ട് ഇതിനൊന്ന് പുള്ള് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ വലിക്കുക. റിമൂവ് ചെയ്തെന്നാണ് പറയുന്നത്. ഗൈസ്, ഇനി അടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് പുള്ളി ചെയ്തിട്ട് മേളിലോട്ടാക്കണം. ഇതിൽ നമുക്ക് വെള്ളം നിറയ്ക്കാനുള്ളതാണ്. ഞാൻ വെറ്റ് മോപ്പ് ചെയ്തിട്ടില്ല. വന്നവർ പറഞ്ഞത് ആദ്യം ഡ്രൈ ചെയ്തിട്ട് മറ്റേത് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. നമുക്കെന്നാൽ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂംസും ഡൈനിങ് ഹോളും ക്ലീൻ ചെയ്ത പൊടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് പൊടി. ഇത്രയും പൊടി ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് നമുക്ക് നമുക്കിതിനെ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ ഇടാവുന്നതാണ്. ഇത് തിരിച്ച് വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ആക്കാം. നമ്മൾ അതിനെ വിടുക. എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ആയത് തന്നെ ചെയ്തിട്ട് നമ്മൾ വലിക്കുന്നതിന് പകരം അകത്തോട്ട് കയറ്റുക. കറക്റ്റാണോ എന്നും ഗൈസ്, നേരത്തെ മറ്റേത് നേരെ അടഞ്ഞില്ലായിരുന്നു, അതാണ് കയറാത്തത്. ഗൈസ്, ഞാൻ കയറ്റിയിട്ടുണ്ട്. അപ്പം പറഞ്ഞിട്ടുണ്ട് അത് ഇത് വാട്ടർ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് നമുക്കൊന്നുകൂടെ കാണാം. ചെറിയൊരു ടൈം ലാപ്സ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെൻസറുണ്ട്. ഈ സ്റ്റെപ്സിൽ നിന്നൊന്നും വീഴൊന്നും പേടിക്കണ്ട. കണ്ടോ, നമ്മളെ ഒബ്സ്റ്റിക്കിൾസിലൊന്നും തട്ടത്തില്ല. കാലൊക്കെ ഒരു പേര് മാറിപ്പോവും. തട്ടിയാലും വലിയ കുഴപ്പമില്ല. ചവിട്ട ഇരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി, തിരിഞ്ഞു പോയിക്കോളും. നമുക്കിവിടെ 3 സെൻസേഴ്സാണ് വരുന്നത്. ഇവിടെ വരണം, ഫ്രണ്ടിൽ വേറെ സെൻസർ, പിന്നെ വേറെ സൈഡിൽ സിമെട്രിക് ആയിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞോന്ന് ഞാൻ മറന്നുപോയി, ഇവിടെ ഒരു ബ്രഷേ ഉള്ളൂ. വേറെ ഒരു ബ്രഷും കൂടെ പണ്ടത്തെ മോഡലിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൊടി കാണാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ബ്രഷാക്കി മാറ്റി. ഇനി ആപ്സിൽ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം പരിചയപ്പെടുത്തി തരാം. ഗൈസ്, ഇപ്പം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഓട്ടോ പോസ് കാണിക്കുന്ന. പിന്നെ ഹോം ആക്കിയാലേ ബാക്കി കാണിക്കുകയുള്ളൂ. അല്ല, ഹോം ആക്കണ്ട. നമുക്ക് ഈ മോറുണ്ടല്ലോ, അവിടെ പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇത് റിമോട്ട് കൺട്രോൾ മോഡാണ്. നമുക്ക് ഈ റിമോട്ട് കൺട്രോൾ മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ മാപ്പ് സെറ്റിങ്സ് അല്ല, റിമോട്ട് കൺട്രോൾ മോഡ് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ റിമോട്ട് കൺട്രോൾ മോഡ് ഓണായെന്ന് പറയും. പിന്നെ എക്സിറ്റ് ചെയ്തതിന് ശേഷം റിമോട്ട് കൺട്രോൾ മോഡ് മാറ്റാൻ നമുക്ക് ബാക്ക് അടിച്ചതിന് ശേഷം ഓട്ടോ ക്ലീനിങ് കൊടുക്കണം. അപ്പോഴാണെങ്കിൽ ഓട്ടോ ക്ലീനിങ് ആവും. പിന്നെ വരുന്നത് നമ്മളെ മാപ്പ് സെറ്റിങ്സ്, റോബോട്ട് ഫൈൻഡ്, ഷെഡ്യൂൾ വെച്ച് ചെയ്യാം. നമുക്ക് 7 മണി ടു 6 മണി അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം. പിന്നെ നമ്മളെ പവർ എങ്ങനെ ചെയ്യണം, വെറ്റ്നെസ് ഇപ്പം ചെയ്യുന്നില്ല, മീഡിയം ആയിരിക്കും നല്ലത്. ഈ സെറ്റിങ്സ് ആയിരിക്കും നല്ല. മാക്സ് ഇട്ടാൽ ബാറ്ററി പെട്ടെന്ന് പോകും. പിന്നെ കണ്ടിന്യൂസ് ക്ലീനിങ്, വോയിസ് ആൻഡ് വോളിയം ക്ലീനിങ്, ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോബോ ഐവാക്കിലാണെങ്കിൽ നമ്മളെ ഈ ചെറിയ ഡസ്റ്റൊക്കെ എടുക്കും. ബട്ട് ഈ മുടി അതേപോലെ കുരുങ്ങുന്ന സാധനങ്ങളൊക്കെ മാക്സിമം തറയിടാൻ ഇതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ